ഹായ് ഗൈസ്, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ വണ്ടികളുടെ ഹെഡ്ലൈറ്റും പാർക്ക് ലൈറ്റും എങ്ങനെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഹായ് ഗൈസ്, വെൽക്കം. ഇപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ 4 സ്ക്രൂ ഉണ്ട്. ആ 4 സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളൊന്ന് ഹെഡ്ലൈറ്റ് പിടിച്ചേക്കണം. കാരണം സ്ക്രൂ വരുമ്പോഴത്തേക്കും ഹെഡ്ലൈറ്റ് ചിലപ്പോൾ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ നോക്കി പതിയെ അത് ഊരിയെടുക്കുക. ഇപ്പം നമ്മൾ ഹെഡ്ലൈറ്റ് ഊരി എടുത്തിരിക്കുന്നു. ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെഡ്ലൈറ്റിനും വണ്ടിയായിട്ടും തമ്മിലുള്ള ഇലക്ട്രിക്കലിൻ്റെ കേബിള് ആദ്യം ഡിസ്കണക്റ്റ് ചെയ്യുക. ഇനി നമുക്കിത് എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പോയി നമുക്ക് സേഫായ ഒരു സ്ഥലത്ത് പോയിരുന്ന് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ആദ്യമേ ഇലക്ട്രിക്കൽ വയർ ഊരുക എന്നതാണ്. അത് നമ്മളിപ്പോൾ ഊരി മാറ്റിയിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ കറുത്ത കവർ, ഇതൊരു വെള്ളം കയറാതിരിക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഒരു ക്ലാമ്പ് ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഹെഡ്ലൈറ്റ് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടി. ഈ സ്ക്രൂവ് നമ്മൾ പതിയെ സ്ക്രൂ ഡ്രൈവർ വെച്ച് തുറക്കുക. കാരണം അത് സ്പീഡിൽ തുറന്നു കഴിഞ്ഞാൽ ഒടിയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളത് ഊരി എടുത്തിരിക്കുകയാണ്. സ്ക്രൂ ഊരി എടുത്തു. ഇപ്പോൾ നമ്മൾ പതിയെ ഈ ക്ലിപ്പ് ഇവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഊരിയെടുക്കുക പതിയെ. ഇപ്പം നമ്മൾ നമ്മുടെ പഴയ ബൾബ് റിമൂവ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ബൾബിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിമ്മ് പോയി, ബ്രൈറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ചേഞ്ച് ചെയ്യുന്നത്. ഇത് പഴയ നമ്മുടെ ബൾബാണ്. ഇത് 35 വാട്ട്സിൻ്റെ 12 വോൾട്ടേജിൻ്റെ ബൾബാണ്. ഇപ്പോൾ നമുക്ക് ഈ കമ്പനി എന്ന് പറഞ്ഞ ഫിനിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതും അത് സെയിം തന്നെയാണ്. ഇത് ഇച്ചിരി പവർ കൂടുതലാണ്. 45-40 വാട്ട്സിൻ്റെയാണ്. 12 വാൾട്ടിൻ്റെ തന്നെയാണിത്. ഇതിന് 120 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും വിപണിയിൽ. പലയിടത്തും പല വിലകളായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ തുറന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളത് കണക്ട് ചെയ്യാൻ പോവുകയാണ് ഹെഡ്ലൈറ്റിലേക്ക്. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വെക്കുമ്പോൾ ഒരു 3 ക്ലാമ്പുകൾ കാണാം നമുക്കിവിടെ. ആ ക്ലാമ്പുകൾ നോക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ ഈ ലോക്ക് ക്ലാമ്പ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇത് നമ്മൾ സൂക്ഷിച്ച് നമ്മൾ അതിനകത്തോട്ട് കയറ്റി വെക്കുക. കാരണം ഒടിയാനും ഒക്കെ ചാൻസുകൾ കൂടുതലാണ്. എത്രയും സോഫ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നു അത്രയും നല്ലതായിരിക്കും. ഇനി നമ്മുടെ സ്ക്രൂ എടുത്ത് നമ്മൾ പതിയെ ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഒന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറുത്ത ഈ കവറ് ഇതെടുത്ത് അടച്ചു വെക്കുക. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ടോപ്പ് ഏത് സൈഡാണെന്നുള്ളത്. ഇത് അടച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഇലക്ട്രിക്കലായിട്ടുള്ള കേബിള്, ഹെഡ്ലൈറ്റിലേക്ക് എടുത്ത കണക്ഷൻ കേബിള് നമ്മളിവിടെ കണക്ട് ചെയ്യും. ഇപ്പോൾ ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെയുള്ള പാർക്കിംഗ് ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ അതിനകത്ത് ഓൾറെഡി ഒരു ലൈറ്റ് ഉണ്ട്. എനിക്കൊരു വെറൈറ്റിക്ക് നല്ലൊരു കളറുള്ള ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ബ്ലൂ കളറ്. ഇത് ഇന്ത്യൻ മെയ്ഡാണ്, LED ആണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 100 രൂപയാണ്. 100 രൂപയ്ക്ക് നമുക്കിത് ലഭിക്കും വിപണിയിൽ. പലയിടത്തും വേറെ കമ്പനിയുടെ ഒക്കെ ആയിരിക്കും ഉള്ളത്. അതേക്കുറിച്ച് നിങ്ങൾ നോക്കി മേടിക്കുക. സൂപ്പർ എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ്. നമ്മളിനി ഇതാണ് LED ബൾബ്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ LED ബൾബ് വെക്കുന്ന ഈ ഹോൾഡർ ഊരുക. അവിടെ നിന്ന് ഓൾറെഡി ഞാൻ ബൾബ് ഊരി, അതുകൊണ്ടാണ് ഇല്ലാത്ത. പതിയെ സൂക്ഷിച്ച് വെക്കുക. കാരണം ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കെയറായിട്ട് തന്നെ അതിനകത്ത് അകത്തേക്ക് കയറ്റുക. എന്നിട്ട് നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ അതിലേക്ക് തന്നെ ഫിക്സ് ചെയ്യുന്നു. അത് ഇച്ചിരി നല്ല ടൈറ്റായിട്ട് വെക്കുക. ചിലപ്പോൾ ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ടൈറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തത് നമ്മൾ ഊരുകയാണ്. അടുത്തത് ഊരി അതിനകത്ത് ഓൾറെഡി ബൾബുണ്ട്. ആ ബൾബ് വർക്കിംഗ് ആണ്. നമ്മളത് മാറ്റി വെക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ലഭിച്ചൊരു ബൾബാണ് വണ്ടി മേടിച്ചപ്പോൾ തന്നെ. അപ്പം നമ്മൾ അടുത്ത LED ലൈറ്റ് വെക്കുകയാണ്. നമുക്കിത് വെറൈറ്റി കളറുകളിൽ കിട്ടുന്നതാണ്. ബ്ലൂ, യെല്ലോ, റെഡ് എന്നീ കളറുകൾ കിട്ടും. എനിക്കിപ്പം ബ്ലൂ ആണ് അവിടെ അവൈലബിൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ മേടിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ പരിപാടിയും ഇന്ന് കഴിഞ്ഞു. ഹെഡ്ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു. ഒരു ഹെഡ് ലാമ്പും 2 പാർക്ക് ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് വണ്ടിയിലേക്ക് ഇത് ഫിക്സ് ചെയ്യാം.
ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇലക്ട്രിക്കൽ വയർ കണക്റ്റ് ചെയ്യുക. ഇത് കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ പതിയെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ക്ലാമ്പിലേക്ക് സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാണ്. ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ 2 LED ബൾബ് ഓൺ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റും ഇപ്പോൾ ഓൺ ആക്കുന്നതായിരിക്കും. അതും ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.